ഇല്ല അതൊന്നും വരില്ല. കാരണം അതൊക്കെ ഇ പിക്ക് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ്. അതും എൽ ഡി എഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എൽ ഡി എഫിൽ അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കക്ഷി നേതാവ് കൂടിയായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. അത് വ്യക്തിപരമായി വല്ലവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ല. പക്ഷേ വ്യക്തിപരമായി പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതും സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട്, ഞാൻ വളരെ ചെറിയൊരു ചോദ്യം, സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ബി ജെ പി ചേർത്തിട്ട് സി പി എമ്മിൽ ഒരു 10 പേരെങ്കിലും ബി ജെ പി ചേർക്കാൻ പറ്റും? എത്ര വലിയ നേതാവായാലും എന്ത് മണ്ടത്തരമാണ് പറയുന്നത്. ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? അലയൻസ് ബി ജെ പിയും എസ് ഡി പി യും കോൺഗ്രസും കൂടെ ആയിരുന്നു പത്തനാപുരത്ത് വോട്ടിൻ്റെ പാറ്റേൺ തന്നെ ബി ജെ പി പിടിക്കേണ്ട വോട്ട് ഭീമൻഡുക്ക് മത്സരിച്ചപ്പോൾ പോലും പിടിച്ചതിനേക്കാൾ കുറച്ച് വോട്ടാണ് പിടിച്ചത്. അപ്പോൾ ആ വോട്ടോടെ പോയി അത് കോൺഗ്രസിന് കൊടുത്തു. എസ് ഡി പി ഐ 3500 വോട്ടോളം പിടിക്കും എല്ലാ ഇലക്ഷനും പാർലമെൻറ്റ് അസംബ്ലി. ആ സ്ഥാനാർത്ഥിക്ക് ഒരു 600 വോട്ടാണ് കിട്ടിയത്. അതെവിടെ പോയി? അപ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പത്തനാപുരത്ത് നമുക്ക് വളരെ ബോധ്യമുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പി ആയിട്ടാണ്. കാരണം ബി ജെ പിയുടെ ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റവർക്ക് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫുകാർ കയറി വരണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഏതായാലും ബി ജെ പി കയറില്ല എന്ന് അവർക്കറിയാം, അക്കൗണ്ട് തുറക്കില്ല എന്ന് അവർക്കറിയാം. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഇ പിക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞ കേട്ടില്ല. നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി, നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത്. അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. പക്ഷേ ഇ പി ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്തങ്ങ് ഒരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളതായിട്ട് കൂടെ അല്ല. അതെനിക്ക് ഇവരുമായിട്ടൊന്നും പരിചയമില്ല. പരിചയമുണ്ട്. പ്രവചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് കണ്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. അല്ല, അതറിയത്തില്ല. അതെല്ലാവർക്കും അവരുടേതായ ഒരു ആത്മവിശ്വാസമില്ല. അതിനകത്ത് കുറ്റം പറയുന്നത് എങ്ങനെയാണ്? ആർക്ക്? മുകേഷ് നല്ല വർക്കല്ലേ ചെയ്തിരിക്കുന്നു, നല്ല രീതിയിൽ. മുകേഷ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം നടത്താൻ മുകേഷ് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ്. നാടിൻ്റെ വികസനവും നാട്ടിൽ നന്മ ആഗ്രഹിക്കുന്നവർ, പത്തനംതിട്ടയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവർ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യും. ഇപ്പോൾ അരമണിക്കൂറോളം ക്യൂ നിന്നൊക്കെയാണ് ഈ വോട്ട് ചെയ്യുന്നത് ഒരു മന്ത്രി. ഇതൊരു മാതൃകയല്ലേ? അല്ല, അങ്ങനെ വേണമല്ലോ. ജനാധിപത്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമില്ല. ഞാനും നിങ്ങളും നമ്മളെല്ലാം കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം, മന്ത്രി എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ജീവിക്കണ്ടേ? ഒന്നുമില്ലാതെ. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരേ അവകാശമാണ്, ഒരേ അധികാരമാണ് ഈ രാജ്യത്ത്. മന്ത്രിയെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നുള്ളൂ, ഒരു ജോലി മാത്രമാണ്. ആ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ അത് കഴിഞ്ഞ്, അതൊരു പദവിയായിട്ട് ജീവിതത്തിൽ കിരീടമൊന്നും വെച്ചിട്ടില്ലല്ലോ. അതവിടെ തീരും.